ഈ കാണുന്നത് മഞ്ഞല്ല, വിഷപ്പതയാണ്. കൃത്യമായ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. അപ്പോൾ ഈ ജലത്തെ ആശ്രയിച്ച് കഴിയുന്ന കന്നുകാലികളുടെയും കർഷകരുടെയും കാര്യം പറയണ്ടല്ലോ. കർണാടക തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഹൊസൂർ കെലവരപ്പള്ളി ഡാമിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിന്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാവോ? കർണാടകത്തിലെ നന്ദി ഹിൽസിൽ നിന്നും ഉത്ഭവിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് നദി തമിഴ്നാട്ടിലെ ഹൊസൂറിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും കെലവരപ്പള്ളി ഡാം കൃഷ്ണഗിരി ഡാമിലൂടെ കൂടല്ലൂരിൽ എത്തിച്ചേർന്ന് ബേ ഓഫ് ബംഗാളിൽ ലയിക്കുന്നു. ഇതിൽ തന്നെ ബാംഗ്ലൂർ ഏരിയയിൽ വെച്ചാണ് നദി മലിനപ്പെടുന്നത്. ഗാർഹിക മലിനജലവും അനധികൃതമായി ഒഴുക്കിവിടുന്ന ഇൻഡസ്ട്രിയൽ കെമിക്കൽ വേസ്റ്റും കനത്ത മഴയത്ത് നിറഞ്ഞൊഴുകുന്ന മലിനപ്പെട്ട നദികളിലെ ജലവും എല്ലാം ചെന്നെത്തുന്നത് ഈ ഒരു ഡാമിലേക്ക്. ഡാമിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ വലിയ ടർബുലൻസ് കാരണം മലിനജലത്തിലെ സർഫസ് ആക്റ്റീവ് ഏജൻസ് വെള്ളത്തിലെ സർഫസ് ടെൻഷൻ കുറച്ച് എയർ ട്രാപ്പ് ചെയ്യുകയും അത് കട്ടപ്പതയായിട്ട് മാറുകയും ചെയ്യുന്നു. CM വിജയുടെ നിർദ്ദേശപ്രകാരം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഡോക്ടർ VK രാജീവ് ഈ 2 ഡാമുകൾ സന്ദർശിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയിച്ചു.